എടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ചു. ചില ജില്ലകളിൽ, കൊല്ലത്തും അതുപോലെ തന്നെ ചില മണ്ഡലങ്ങളിൽ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഇടപെടലുകൾ. എന്തായാലും കൂടുതൽ ആളുകൾ മെൻസ്ട്രുവൽ കപ്പിൻ്റെ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് അനുഭവസ്ഥർക്ക് പറയുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആർത്തവത്തെക്കുറിച്ച് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത് വളരെ അശുദ്ധമായ എന്തൊരു കാര്യമായിരുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പൊക്കെ കേരളത്തിലെ അവസ്ഥ നമുക്കറിയാം. ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം പേരിൽ വലിയ സാമൂഹ്യ അകലം ഉണ്ടായിരുന്നു. മനുഷ്യരും തമ്മിലൊരു അകലം ഉണ്ടായിരുന്നു. എന്നാൽ കുടുംബത്തിനുള്ളിൽ തന്നെ വ്യക്തികൾ തമ്മിൽ വലിയ അകലം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഈ ആർത്തവം എന്ന് പറയുന്നത്. അതുവരെ സ്നേഹിച്ച് അല്ലെങ്കിൽ ദിവസവും രാവിലെ മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അമ്മയും ഭാര്യയും സഹോദരിയും മകളും എല്ലാം ആ ആർത്തവമുള്ള ദിവസങ്ങളിൽ അവർ അന്യരായിട്ട് മാറുകയാണ്. അവർ പുറത്താവുക എന്നാണല്ലോ നാട്ടിൻപുറത്തൊക്കെ പറയുന്നത്, പുറത്താവുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവർ പുറത്താവും. പണ്ടത്തെ കാലത്തൊക്കെ ഇരുട്ട് മുറികളിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു പായും കൊടുത്താണ് ഈ സ്ത്രീകൾ കഴിയുന്നത്. ഒറ്റ കാര്യമുണ്ട്, 3-4 ദിവസത്തേക്ക് വേറെ ഉപദ്രവമൊന്നുമില്ല. ഭക്ഷണം പാചകം ചെയ്യൽ അതുപോലെയുള്ള ജോലികളിൽ നിന്നൊക്കെ ഒരു മുക്തി കിട്ടും, ഒരു റെസ്റ്റൊക്കെ കിട്ടും. പക്ഷെ ഒട്ടും ആ സമയത്ത് സ്ത്രീകൾക്ക് വേണ്ട പരിചരണം അല്ലെങ്കിൽ അവർക്ക് വേണ്ട നല്ല ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു ശ്രദ്ധയും കൊടുത്തിരുന്നില്ല. ഈ തൊട്ടുകൂടായ്മയും തീണ്ടുകൂടായ്മയും സമൂഹത്തിലുണ്ടെന്ന് പറയുമ്പോൾ വീട്ടിനുള്ളിൽ തൊട്ടുകൂടായ്മയും തീണ്ടലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ് ഈ ആർത്തവം ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് നമുക്കറിയാം, അന്ന് ആ കാലഘട്ടത്തിൽ ഈ ആർത്തവമുള്ള സ്ത്രീകൾ വെക്കുന്ന ഭക്ഷണം കഴിക്കില്ല, അവർ പാത്രം തൊടാൻ പാടില്ല. പക്ഷെ അതെങ്ങനെയാ മാറിയത്? ഇപ്പൊ നമ്മുടെ വീടുകളിൽ നോക്കുമ്പോൾ ആർത്തവം ഉണ്ടോ, എപ്പോഴാ വരുന്നതെന്ന് പോലും വളരെ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അവർ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, അവർ തന്നെയാണ്. മറ്റുള്ളവർ ചെയ്തിരുന്നെങ്കിൽ വലിയ സന്തോഷം ഉണ്ടാവുമായിരുന്നു നമുക്ക്. പക്ഷെ നമ്മൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ കുമാരനാശാൻ പറഞ്ഞതുപോലെ, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റും അതുകളിൽ നിങ്ങളെ തന്നാണ്. ചട്ടം മാറിയില്ലെങ്കിൽ സ്വയം അത് മാറും. നമ്മൾ മാറ്റിയില്ലെങ്കിൽ സ്വയം അത് മാറും. ന്യൂക്ലിയർ ഫാമിലി അണുകുടുംബങ്ങളിലേക്ക് വന്നപ്പോൾ മാറിയിരിക്കാൻ പറ്റൂല, മാറിയിരുന്ന അകത്തേക്ക് പോകില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ സൗകര്യപൂർവ്വം നമ്മളെല്ലാം ആചാര പരിഷ്കാരങ്ങളിലേക്ക് വന്നു. ഈ ആർത്തവമുള്ള സ്ത്രീകൾ വെച്ചാലും കുഴപ്പമില്ല എന്ന നിലയിലേക്ക് വന്നു. പക്ഷെ ഇപ്പോഴും ആർത്തവം ആ കാലഘട്ടത്തിൽ ഈ തീണ്ടലൊക്കെ പാലിക്കുന്ന ആളുകളുണ്ട്. അതൊരു സാംസ്കാരികമായ രീതി എന്ന നിലയിൽ ആദിവാസി മേഖലയിൽ നമുക്ക് കാണാൻ കഴിയും. അവർക്കൊരു പുറത്തൊരു പുര തന്നെ ഇതിനു വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തെയും അവരുടെ ഒരു സാമൂഹ്യ സ്ഥിതിയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പുറത്തു കിടന്നു. അടുത്ത പ്രശ്നമാണ് ഈ ആർത്തവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ എന്ന നിലയിൽ, ഒരു സാമൂഹിക കാഴ്ചപ്പാട്, ഒരു പിന്തിരിപ്പൻ കാഴ്ചപ്പാടിൽ നമ്മൾ പുറത്തു വന്നു എന്ന് പറഞ്ഞാലും ഇടക്കാലത്ത് നമ്മൾ കേട്ട ചർച്ച നമ്മളെല്ലാവരും അത് കേൾക്കുകയും അസ്വസ്ഥരാവുകയും ചെയ്തതാണ്. ഈ അശുദ്ധിയെക്കുറിച്ച് വാസ്തവത്തിൽ ഈ ആർത്തവം ഇല്ല എങ്കിൽ പ്രത്യുൽപാദനം ഉണ്ടാവില്ല. പ്രത്യുൽപാദനത്തിലൂടെ ഭാഗമാണല്ലോ ഇത്. അണ്ടോൽപാദനത്തിന്റെ ഭാഗമാണ് ആർത്തവം എന്ന് പറയുന്നത്. ആ അണ്ടം ബീജവുമായി ചേർന്ന് ഭ്രൂണമാകാതെ പോകുന്നതാണ് ഈ ആർത്തവം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വളരെ ജൈവമായിട്ടുള്ള ഒരു പ്രക്രിയ, ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയെ സ്ത്രീയുടെ അശുദ്ധിയാണ് എന്ന നിലയിൽ ഈ കാലഘട്ടത്തിലും പറയുന്ന ആളുകളുണ്ട്. അത്